ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാത്തിരുന്ന 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പദ്ധതിക്ക് ഇപ്പോൾ അപേക്ഷിക്കാനാവും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അപേക്ഷ നൽകുവാൻ സാധിക്കുക. ഈ പദ്ധതി പ്രകാരം ഒരു വിദ്യാർത്ഥിക്ക് 1500 രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത്. മുൻ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിനു ശേഷം കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് മാർഗദീപം എന്ന സ്കോളർഷിപ്പ് അപേക്ഷ നൽകുന്ന നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ കൊണ്ടുവന്നതാണ് മാർഗദീപം എന്ന സ്കോളർഷിപ്പ് പദ്ധതി. സ്കോളർഷിപ്പിന് അപേക്ഷ നൽകുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വരുമാനം, മാർക്ക്, ന്യൂനപക്ഷ മതവിഭാഗം എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഇത് വിതരണം ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം വരെയാണ് അപേക്ഷ നൽകാനാവുക. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകുവാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓണക്കാലമായതിനാൽ ഓൺലൈൻ സർവീസ് സ്ഥാപനങ്ങൾക്കും അവധി വരാൻ സാധ്യതയുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റിനായും ജാതി സർട്ടിഫിക്കറ്റിനായും ഓൺലൈൻ വഴി അതാത് വില്ലേജിലേക്ക് അപേക്ഷ നൽകേണ്ടതുണ്ട്. ഇത് അപ്രൂവൽ ആവുന്നതിനുള്ള സമയം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അപേക്ഷ നൽകേണ്ടത്. ഇതിൽ പ്രത്യേകം പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, ജൈന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അപേക്ഷ സമർപ്പിക്കുവാനാവും. വാർഷിക വരുമാനം 2 ലക്ഷത്തിന് താഴെയാവേണ്ടതുണ്ട്. വാർഷിക വരുമാനം എത്രത്തോളം താഴെയാണോ അതുപ്രകാരം സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക ലഭ്യമാവുക. അതിനായുള്ള അപേക്ഷാ ഫോം ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് ബന്ധപ്പെട്ട രേഖകളെല്ലാം സ്കൂളുകളിൽ ഏൽപ്പിക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, അപേക്ഷാ ഫോം എന്നിവയെല്ലാമാണ് സ്കൂളുകളിൽ നൽകേണ്ടത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യൂ.